പരിപാവനവും പരിശുദ്ധവും ക്ഷേത്ര ആചാര അനുഷ്ഠാന പ്രകാരം കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഈ സായം സന്ധ്യ ധന്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ചാക്യാർകൂത്ത് എന്ന കലാരൂപം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ സമകാലിക വിഷയങ്ങൾ പുറത്തിറക്കി ആക്ഷേപഹാസ്യങ്ങൾ ഉൾപ്പെടുത്തി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്ഷേത്ര ആചാര അനുഷ്ഠാന പ്രകാരം അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ കലാരൂപമാണ് ചാക്യാർകൂത്ത്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാവനമായ ക്ഷേത്ര സന്നിധിയിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ അവസരം തന്ന ഇവിടുത്തെ പൂർണ്ണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര് ജതുഗൃഹതരാനന്തരം ബ്രാഹ്മണ വേഷത്തെ അവലംബിച്ച് ഏകചക്രാഗ്രാമത്തിങ്കൽ വേത്രയിനാകുന്ന ഗോത്രാസുരന്റെ ഭവനത്തിങ്കൽ ഭിക്ഷയേറ്റ് അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം സമാഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണരുടെ മുഖത്തിങ്കൽ നിന്നും പാഞ്ചാലി സ്വയംവരോദന്തം ശ്രവിപ്പൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത് അത്ഭുതമിതം ഭൂയാൻ സംതൃംബരേ പാഞ്ചാല ചിതിപാലകസ്യ നഗരേ കോപേശ കോലാഹല നിശ്യദ്യുപ്രഗണം ചലം നൃപകുലം സംഭ്രാന്തനാരാധനം ആനപ്പുറത്തൊക്കെയാണ് ചില വിദ്വാന്മാര് സൂക്ഷിക്കണം. ഒന്നാമതൊരു ആനയാണ് അതിന്റെ മുകളിൽ കയറിയ വിദ്വാന നിസാരക്കാരനല്ല, അവന്റെ കയ്യിൽ ഒന്നാന്തരം ഗതയാണ്. ആ ഗത കൊണ്ട് വന്നിട്ട് എന്താ ഉണ്ടാവുക? കാശണ്ടി തലയൊക്കെ ഉണ്ടെങ്കിൽ അപ്പ സിദ്ധി ഉറപ്പാ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരം തുടങ്ങി കൗരവര് പരാജയം ഏറ്റുവാങ്ങി അവരവിടെ നിന്ന് തിരിച്ചു. ഇത് ഏതാ ഇവൻ? നോക്കുമ്പോ കാണേണ്ട കാഴ്ച എന്താണ്? തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? അർജുനൻ. സംശയമൊന്നും ഉണ്ടായില്ല. പാഞ്ചാലിന്റെ കാര്യം മനസ്സിലായി. അർജുനൻ നിസാരക്കാരനല്ല. അവൻ വളരെ എന്ന് പറഞ്ഞ അനുഗ്രഹിച്ച സന്ദർഭത്തിങ്കൽ ആ പാഞ്ചാലിനെ മുന്നിലങ്ങോട്ട് കണ്ടപ്പോ ദ്രോണർക്ക് മുൻകോപം കൂടി ചൊലിക്കാൻ അങ്ങോട്ട് തുടങ്ങി. കൊള്ളരാത്തവനെ, നീ എന്നെ ആദ്യ രാജ്യം തരാന്ന് പറഞ്ഞ് എന്നെ വഞ്ചിക്കലുണ്ടായില്ലേ എന്ന് പറഞ്ഞ് അറിയാതെ മുൻകോപം നിമിത്തം ആ ചവിട്ടാനായിട്ട് കാലങ്ങോട്ട് പൊത്തിയപ്പോ ആ കാലം ആരാ താഴ്ത്തേക്ക് വെപ്പിച്ചത്? അർജുനന്. ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ തന്റെ പരമഭക്തന്മാരായി തീർന്നിരിക്കുന്ന പാണ്ഡവന്മാര് പാഞ്ചാലിന്റെ രാജധാനിയിൽ എത്തിച്ചേർന്ന് പാഞ്ചാലിയെ വിവാഹം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പാണ്ഡവന്മാരുടെ വരവിനെയും കാത്ത് പാണ്ഡവന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആയവടെ വർത്തിപ്പൂതം ചെയ്തു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. വിഭാഗക്കാർ എല്ലാവരോടും എന്റെ വല്ല ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ചാക്യാർകൂത്ത് എന്ന ശ്രേഷ്ഠമായ കലാരൂപം അരങ്ങേറുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ അരങ്ങുതോർക്കുന്ന ഈ വർത്തമാന കാലഘട്ടം, മാർച്ച് മാസ കാലഘട്ടത്തിങ്കിൽ ഈ പരിപാവനമായ ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രകല ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ ഭക്തജനങ്ങളോട് വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമായ നന്ദിയും കടപ്പാടും സഹായിച്ച ശബ്ദവിഭാഗത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.